കമ്പാരിറ്റീവ്ലി ഇവിടെ വരുമ്പോൾ കുട്ടികൾ കുറെ കൂടെ ചിയർഫുൾ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ജെൻ എക്സ് ആയാലും എന്താ ജെൻ സിയുമായിട്ട് കണക്റ്റഡ് അല്ലേ? +1 സ്റ്റുഡൻസ് ഞങ്ങൾ എല്ലാവരും ഒരേ യൂണിഫോം ജേഴ്സീസ് എടുത്ത് ഇവിടെ ഫുൾ കോർഡിനേഷൻ ആയിരുന്നു. എനിക്ക് വെൽക്കം സ്പീച്ച് ഉണ്ടായിരുന്നു കേട്ടോ ആനുവൽ ഡേക്ക്. നല്ല കമന്റ്സ് കിട്ടിയല്ലോ. കിട്ടിയായിരുന്നു ടീച്ചർ. ഇതിപ്പോൾ ഒന്നല്ല, അതിനുശേഷം വന്ന ഒരു ബാച്ചിനും അതുപോലെ ഒരു റെക്കഗ്നേഷൻ കിട്ടി. പിന്നെ നല്ല നല്ല കുറേ സ്കൂളിൽ വരുമ്പോഴത്തേക്കുള്ള ഒരു ഫൺ മൊമെന്റ്സും എൻ്റെ പിള്ളേരുമായിട്ടുള്ള ഒരു രസമാണ്. അയ്യോ ടീച്ചർ, നമ്മുടെ ക്ലാസ് ഒരു കുട്ടി തലറങ്ങി വീണ് പെട്ടെന്ന് വായോ ടീച്ചർ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കാം. ടീച്ചർ ഭയങ്കര ടെൻസ്ഡായി നമ്മുടെ ക്ലാസ്സിലോട്ട് ഓടിയോ കയറി. ഹരിയോ, എൻ്റെ പേര് ദേവാംഗന. ഞാൻ ഇവിടെ ചിന്മയ വിദ്യാലയ കാട്ടാക്കടയിൽ +1 പഠിക്കുന്നു. ഇതെൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ, ഹിമ ടീച്ചർ, എൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ക്ലാസ് ടീച്ചർ. അത് മുതൽ ഇതുവരെ ചില വർഷങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർ ഇപ്പോൾ സ്റ്റിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അങ്ങനെ ടീച്ചർ ഇപ്പോൾ മറ്റൊരു ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ബട്ട് ഞങ്ങളൊരു ടീമാണ്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ചിന്മയ വിദ്യാലയ കാട്ടാക്കട. പിന്നെ എന്തൊക്കെയാണ് ടീച്ചർ ഇന്ന് പറയാനുള്ളത്? ഭയങ്കര ഹാപ്പിയാണ്. നല്ല എന്താ പറയുക, സണ്ണി ഡേ, ഹാപ്പി മോർണിംഗ് ആണ്. അപ്പം തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണല്ലോ ഇവിടെ ഉള്ളത്. എനിക്ക് തോന്നിയിട്ടില്ലേ? അതെ, ഇവിടെ നമുക്ക് ഫുൾ പോസിറ്റീവ് വൈബാണ്. നമുക്ക് എന്ത് ഫെസ്റ്റ് ആയാലും എന്ത് ഡേയ്സ് ആയാലും ഹിയർ ഇറ്റ് ഇസ് പോസിറ്റീവ്. പോസിറ്റീവ് ഇൻ ദ സെൻസ് ലൈക്ക് നമ്മളെല്ലാവരും എല്ലാവരും ഹാപ്പിയാണ്. ഇവിടെ വന്നാൽ നമ്മളെ സ്ട്രെസ്സൊക്കെ മാറുന്നു. അങ്ങനെ സത്യമാണ്. നമ്മളായാലും ടീച്ചേഴ്സ് ആയാലും നമ്മളും എവറിഡേ ബിസി ഷെഡ്യൂളിലാണല്ലോ. പക്ഷേ ഇവിടെ വന്ന് നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതൊക്കെ ഫീൽ ഗുഡ് ആവും. യെസ്, നമ്മളെ ക്ലാസ്സിലായ പോലും ടീച്ചേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലും ഈ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ലൈക്ക് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഒരു കൈൻഡ് ഓഫ് സ്പെഷ്യൽ കണക്ഷനാണ്. ഓരോരുത്തർക്കും ഒരു മേ ബി ഒരു ഫേവറേറ്റ് ടീച്ചർ ഉണ്ടാവും. അത് മാത്രമല്ല, ഞാൻ പിന്നെ ഇവിടെ വന്ന് ഒരുപാട് വർഷങ്ങളായി. 2011 ഞാനിവിടെ ജോയിൻ ചെയ്തത്. അന്ന് എനിക്ക് 3 വയസ്സുണ്ടായിരുന്നു 2011 എന്ന് പറയുമ്പോൾ. അപ്പോൾ അന്ന് മുതൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് തവണ നമുക്ക് ഇൻസ്പെക്ഷനും കാര്യങ്ങളും, സ്കൂളാണല്ലോ, തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേഷനും അക്കാഡമിക് ഇൻസ്പെക്ഷൻസും ഒക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇൻസ്പെക്ഷൻ വരുന്ന ഫാക്കൽറ്റീസ് വരത്തില്ലേ, നമ്മുടെ CCMTയിൽ നിന്ന് തന്നെ വരുന്ന ഒരുപാട് വലിയ ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമുക്ക് നല്ല കമൻസ് കിട്ടിയിട്ടുള്ളത് ഒന്ന് ഈ ബോണ്ടിനെ കുറിച്ചാണ്. അതായത് മറ്റ് വിദ്യാലയങ്ങളിൽ അവർ അതായത് പോയതിന് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇവിടെ വരുമ്പോൾ കുട്ടികൾ കുറെ കൂടെ ചിയർഫുൾ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ടീച്ചറിനെ അത് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഹാപ്പിനെസ് തോന്നും. കാരണം നമ്മളും അതുപോലെയാണ്, ഇച്ചിരി കുറച്ചും കൂടെ പ്ലസന്റ് വൈബാണ് ഇവിടെ നിന്ന് ഞാൻ ഒരുപാട് പേരിൽ നിന്ന് ഞാനത് കേട്ടിട്ടുണ്ട്. മോക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ടീച്ചർ ഇവിടെ ലൈക്ക് എനിക്ക് അതാ പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പിന്നെ ടീച്ചറിന് എന്തെങ്കിലും സ്പെഷ്യൽ അറ്റാച്ച്മെന്റ്, ലൈക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ സ്റ്റുഡൻസ് ആയിട്ട്? തീർച്ചയായിട്ടും ഒരു ടീച്ചറിൻ്റെ സ്പെഷ്യൽ മൊമെന്റ്സ് എന്ന് പറയുന്നത് കുട്ടികളുമായിട്ടുള്ളത് തന്നെ ആയിരിക്കും. ഞാൻ ഈ ക്ലാസ് റൂമിൽ നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ചിലപ്പം പേഴ്സണലി നമ്മുടെ കാര്യങ്ങളെല്ലാം തുറന്ന് പറയാൻ പറ്റും. അവരുടെ ആ ഒരു ലെവലിലേക്ക് വരാൻ പറ്റും. ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാറുണ്ട്, എനിക്കൊരിക്കലും ഏജിങ് വരത്തില്ല. കാരണം ഞാൻ നിങ്ങളുമായിട്ടാണ് കണക്ട്. എപ്പോഴും നമ്മൾ മറ്റൊരു വർക്ക് പ്ലേസ് എടുത്ത് നോക്കി സ്കൂൾ പഠിപ്പിക്കുന്ന ഏതൊരു ടീച്ചറായാലും കുട്ടികളുമായിട്ടാണ്, യൂത്തുമായിട്ടാണ് കണക്റ്റഡ് ആവുന്നത്. മറ്റ് അങ്ങനെ ഞാൻ ഒരിക്കലും താഴ്ത്തി കാണുന്നതല്ല, പക്ഷേ ഇതൊരു സ്പെഷ്യാലിറ്റിയാണ്. മറ്റ് എന്താ പറയുക, ഫീൽഡ് ഓഫ് പ്രൊഫഷൻസ് നോക്കുമ്പോൾ നമ്മൾ ഗെറ്റിംഗ് ബോർഡ് ആവാം. പക്ഷെ നിങ്ങൾ യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു എനർജിയുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനാണ് നമ്മൾ ടീച്ചേഴ്സിന് കിട്ടുന്നത്. ഞങ്ങളുടെ ജെൻസി വൈബ്സ്, ജെൻ എക്സ് ആയാലും എന്താ ജെൻ സിയുമായിട്ട് കണക്റ്റഡ് അല്ലേ? ഞങ്ങളുടെ പുതിയ ടേംസ് ടീച്ചറിനെ അറിയോ? നിങ്ങൾ പുതുതായിട്ട് ഉണ്ടായിരുന്നില്ല, നിങ്ങളുടെ ഹെൽപ്പ് കൂടെ വേണം. പുതിയ ഒരുപാടുണ്ട്. ലൈക്ക് ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് അറിയുന്നതാണ്. സ്കിബിഡി, ഓഹ്യൂറിസ്, പുതിയ ഇംഗ്ലീഷ് കേട്ടിട്ടുണ്ട്. അതും ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ കണക്റ്റഡ് ആവണമെങ്കിൽ ഈ വേർഡ്സ് നമുക്ക് എല്ലാം പഠിക്കണം. ശരിക്കും നിങ്ങളൊപ്പം ഞങ്ങളും പഠിച്ചു വരികയായിരുന്നു. സത്യമല്ലേ? ഇപ്പം വേറൊന്നും നോക്കണ്ട, ദേവാങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. ദേവാങ്ങനെ LKG ഇവിടെ ചേർന്നതായിരിക്കുമല്ലോ. അന്നേരം എവിടെയായിരുന്നു LKG? നഴ്സറി ബിൽഡിംഗ് ഇവിടെ അവിടെ അങ്ങ് മേളില് ഗേറ്റിന്റെ ഭാഗത്തായിട്ട് അവിടെ ഒരു ഷെഡ് പോലെയല്ലേ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നോക്കിയേ, PK നായർ ബിൽഡിംഗ്. ഇന്ന് അതിപ്പോൾ അതായത് വർഷങ്ങൾക്ക് മുൻപേ
മോൾ കുറേ കൂടെ ചെറുതായിരുന്ന സമയത്ത് ഇവിടെ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഇനോഗ്രേഷൻ നടന്നു. അതായിരുന്നു KK നായർ ബ്ലോക്ക്. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും അമ്യൂസിംഗ് ആയിട്ട് തോന്നിയത് എന്താണെന്നറിയോ, അതിലെ ചുവർ ചിത്രങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ മാനിഫെസ്റ്റിംഗ് ഡിവിനിറ്റി ഉണ്ടല്ലോ, ഗുരുദേവൻ്റെ ബുക്കില്ലേ മാനിഫെസ്റ്റിംഗ് ഡിവിനിറ്റി, അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഫെറോഷ്യസ് ആയിട്ടുള്ള ഒരു അനിമലിനെ കുട്ടികളൊപ്പം കളിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചിരിക്കുകയാണ്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പെർസ്പെക്റ്റീവിൻ്റെ എക്സാമ്പിളാണ് അത്, ഇല്ലേ? നമുക്കൊന്ന് അത് കാണാൻ പോയി നോക്കിയാലോ? ടീച്ചർ ആയിട്ടുള്ള ഒരു അനിമലിന്റെ സ്പിരിച്വൽ ടെക്നിക്സ് ആൻഡ് സെൽഫ് അനാലിസിസ് നോക്കി എങ്ങനെ ഭംഗിയായിട്ട് പോർട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതൊരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് തിങ്കിങ് തന്നെ. നമ്മള് ടൈഗറിനെ പോലും എപ്പോഴും രൗദ്രഭാവമായിട്ട് അസോസിയേറ്റ് ചെയ്യണം. പക്ഷെ എന്ത് ഇന്നസെന്റ്, അതിന് സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് ഉണ്ടാകുന്ന ഒരു പിക്കാണ് അവിടെ തന്നേക്കുന്നത്. അത് ശരിക്കും ആ ഒരു വിഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. അത് തന്നെയാണ് ഇതിന്റെ ബേസ്. നമ്മുടെ വിദ്യാലയത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ ഒരു CVP എന്ന് പറയും, ചിന്മയ വിഷൻ പ്രോഗ്രാം എന്ന് പറയുമല്ലോ, അതിൻ്റെ ബേസിൽ വന്നിട്ടുള്ള പിക്ടോറിയൽ ഗ്രാഫാണിതെല്ലാം. ശരിക്കും പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഇതൊക്കെ. യോഗ കുട്ടികളൊപ്പം ചെയ്യുന്ന നമുക്കുണ്ടല്ലോ ഇവിടെ യോഗ ക്ലാസ്സസ്, ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയുണ്ട്. ഇത് നമ്മൾ ആ ബുക്ക് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ബുക്കിനകത്തും ഇത് തന്നെ നമുക്ക് കാണാൻ പറ്റും. കുട്ടികളുടെ കൂടെ തന്നെ ഹാൻഡ്ലിങ് ഇമോഷൻസ്, എങ്ങനെയാണ് ഇമോഷൻ ഹാൻഡിൽ ചെയ്യണമെന്നും സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്നും ഒന്ന് നോക്കിയേ. ആ ഒരു ഷെല്ലിൽ നിന്നും പുറത്തേക്ക് വരുന്നതും ഒക്കെ എന്ത് ഭംഗിയായിട്ട് അത് ശരിക്കും നമ്മൾ ഈ ചുമർചിത്രങ്ങൾ നോക്കുമ്പോഴും നമുക്ക് നമ്മുടെ വിദ്യാലയം ബേസ് ചെയ്തിരിക്കുന്ന ഒരു വിഷനാണ് ശരിക്കും പറഞ്ഞ് ഇതിൽ നിന്നും അനലൈസ് ആയിട്ട് വരുന്നത്. നന്നായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. എസ്തെറ്റിക്സ് ഒരുപാടുണ്ട്. ദേവാംഗന ഇപ്പം എന്തായാലും LKG മുതൽ ഇവിടെ പഠിക്കുകയാണെന്നല്ലേ പറയുന്നത്. ഇപ്പോൾ 14ാമത്തെ വർഷമായി അല്ലേ? മോളപ്പം ചെറിയ ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു ക്ലാസ് റൂം? ഇപ്പം എന്തെങ്കിലും ചേഞ്ചസ് വന്ന് മീൻസ് ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് നോട്ട് ചെയ്തത്? ചെറിയ ക്ലാസ്സിൽ എനിക്ക് LKG മുതൽ ഓർമ്മയുള്ള ഈ കുഞ്ഞ് ബെഞ്ചസ്, പിന്നെ നമുക്ക് ഡ്രസ്സ് തൂക്കാൻ വേണ്ടിയിട്ട് ചെറിയ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഡ്രസ്സിംഗ് സ്റ്റൈലിൽ പഠിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ പഠിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ലൈക്ക് നമുക്കിവിടെ അവർ ടീച്ചേഴ്സ് തന്നെ ഓരോന്ന് പഠിപ്പിക്കുമായിരുന്നു. ഫ്രോക്സ് ആയപ്പോഴും അല്ലാത്ത ഡ്രസ്സായാലും പോലും അതിൻ്റെ ബേസിലുള്ള ഒരു തിയറി എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾക്കത് അന്ന് അറിയത്തില്ലായിരുന്നു. നിങ്ങളെ ഒരു സെൽഫ് റിലയൻ്റ് ആക്കുക എന്നുള്ളതാണ്. 3 വയസ്സ് 3.5 വയസ്സുള്ള കുട്ടി സ്വന്തം കാര്യം എങ്ങനെ തന്നെ ചെയ്യാം എന്നുള്ളതാണ് അതിലൂടെ പഠിപ്പിക്കും. പക്ഷെ നിങ്ങൾക്ക് അന്നത് അറിയത്തില്ല, ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഓരോ ആക്ഷനും അല്ലെങ്കിൽ ഇവിടെ എടുക്കുന്ന ഓരോ ആക്ടിവിറ്റിക്കും അതിൻ്റെ ഒബ്ജക്റ്റീവ്. അന്ന് നിങ്ങൾക്ക് പഠിക്കാൻ അധികമില്ല. നോ ബുക്കായിരുന്നു, ബുക്സ് ഒന്നുമില്ല. ബുക്സ് ഇല്ലാതെ നിങ്ങൾ ആക്ടിവിറ്റീസിലൂടെ ഒരു ഫ്ലേവർ മെത്തേഡിൽ നിങ്ങൾ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻട്രാക്ട് ചെയ്ത് കളികളിലൂടെയും പാട്ടിലൂടെയും വളർന്നു വരികയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് റൂം കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റാണ്. ഇത് സെൻസ് ബോർഡ്സിലെ ടീച്ചർ, അതായത് ഇൻട്രാക്റ്റീവ് പാനൽസ് അല്ലേ നിങ്ങൾക്ക്? ഞങ്ങളൊക്കെ തുടങ്ങിയ വർഷങ്ങളിൽ വെറും ചോക്കും ബ്ലാക്ക് ബോർഡും ഒക്കെ ആയിരുന്നു. അത് പിന്നെ ഗ്രീൻ ബോർഡായി, പിന്നെ വൈറ്റ് ബോർഡായി, എജുകോം സ്മാർട്ട് ക്ലാസ് ആയി, അതിപ്പോൾ ഇപ്പോൾ സെൻസ് ബോർഡായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മോസ്റ്റ് മോഡേൺ സെൻസ് ബോർഡായി മാറി. ഇൻട്രാക്റ്റീവ് ബോർഡ്സ് ആയിട്ട് വന്നേക്കുവാണ് വിത്ത് ടോട്ടൽ എന്താ പറയുക വൈഫൈ കണക്ഷനും ഒക്കെ. അത് എന്തായാലും അത് ഒരു സ്കൂളിൻ്റെ കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു വിദ്യാലയം. നിങ്ങൾക്ക് ശരിക്കും ഞാനൊന്നും പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഇന്നത്തെ തലമുറ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളൊപ്പം നിങ്ങൾക്ക് വേണമെന്നുള്ള സൗകര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വിദ്യാലയത്തിൽ ഇത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ യൂസ് അത്രയും ഇല്ലേ ശരിക്കും? അതെ. രമംഗന, സ്കൂൾ ഡേ ഇത്തവണത്തെ ആനുവൽ ഡേക്കില്ലേ നിങ്ങൾ +1 സ്റ്റുഡൻസ് ആയിരുന്നില്ലേ മൊത്തത്തിൽ മോണിറ്ററിങ്? എങ്ങനെ ഉണ്ടായിരുന്നു ടീച്ചർ? ഞങ്ങളുടെ എക്സ്പീരിയൻസ് +1 സ്റ്റുഡൻസ് ഞങ്ങളെല്ലാവരും ഒരേ യൂണിഫോം ജേഴ്സീസ് എടുത്ത് ഇവിടെ ഫുൾ കോർഡിനേഷൻ ആയിരുന്നു. നമ്മുടെ ആനുവൽ ഡേ രാവിലെ തന്നെ തുടങ്ങിയല്ലോ. സോ രാവിലെ മുതൽ തീർന്ന വരെ നമ്മൾ എല്ലാവരും ഇവിടെ വന്ന് നല്ല വർക്കിംഗ് ആയിരുന്നു, കോർഡിനേഷൻ ആയിരുന്നു. ശരിയാണ്. ഞങ്ങളൊക്കെ സ്റ്റേജിലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ വിളിക്കുമായിരുന്നു. അപ്പോൾ വോളണ്ടിയേഴ്സ് ആയിട്ട് ഭയങ്കര റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു എന്ത് ചെയ്യാൻ. റിയലി അപ്രീഷിയേറ്റ്. താങ്ക് യു. ഞങ്ങൾക്ക് വോളണ്ടിയർ ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ ഡാൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ +1 ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വെൽക്കം സ്പീച്ച് ഉണ്ടായിരുന്നു കേട്ടോ ആനുവൽ ഡേക്ക്. നല്ല കമൻസ് കിട്ടിയായിരുന്നു ടീച്ചർ. പിന്നെ ടീച്ചേഴ്സ് ഡാൻസ് ഒന്നും ഇല്ലായിരുന്നല്ലേ?
ബട്ട് ഓണത്തിന്റെ റാമ്പൊക്കെ നിങ്ങളുടെ കിട്ടില്ലായിരുന്നു ടീച്ചർ. അത് കുറച്ച് ഡിഫറൻറ്റ്. ആനുവൽ ഡേക്ക് നല്ല തിരക്കായിരിക്കുമല്ലോ, പക്ഷെ ഓണത്തിന് പൊളിച്ചില്ലേ? ഓണത്തിന് കിടിലായിരുന്നു റാമ്പോ. പ്രേംജിത്താറിന്റെ ഒക്കെ ഓ മൈ ഗോഡ് കിടില. പ്രേം സ്റ്റാർ പക്ഷെ ആനുവൽ ഡേക്കും കളിച്ചല്ലോ, നിങ്ങളുടെ കൂടെ അല്ലേ? നിങ്ങളുടെ വോയിസിന്റെ കൂടെ അല്ലേ? ഞങ്ങളുടെ വോയിസ് പിന്നെ 10th പ്രേംജിത്താർ കളിച്ചിട്ടുണ്ട്. നൈസായിരുന്നു അതൊക്കെ. നമ്മള് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒപ്പമല്ലേ നിൽക്കുന്നത്? നമ്മുടെ ആനുവൽ ഡേ അല്ലെങ്കിൽ ഒരു വൈബ് തന്നെയല്ലേ ടീച്ചർ? ഇവിടെ ഫുള്ള് ഓളം ആരവം എങ്ങനെ ആണ്. പിന്നെ ഓണത്തിന് ടീച്ചേഴ്സിന്റെ തിരുവാതിര, റാംബോ എല്ലാ വർഷവും തിരുവാതിരയാണ്. പക്ഷെ ഇത്തവണ തിരുവാതിര അല്ലാതെ വേറെ നിങ്ങൾ സിനിമാറ്റിക് ഡാൻസും കൂടെ ഉണ്ട്. പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ കളിക്കുന്ന കാരണം നിങ്ങളുടെ കൂടെ ജീവിക്കണമെങ്കിൽ ഞങ്ങൾ ആവണം. അപ്പൊ ഇവിടുത്തെ ടീച്ചേഴ്സ് അങ്ങനെയാണ്, മാറി വരുന്ന ചേഞ്ചസിനനുസരിച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ആക്കുക എന്നുള്ളതാണ്. അതിപ്പം അക്കാഡമിക് ആയാലും നോൺ അക്കാഡമിക് ആയാലും എന്തായാലും അത് തന്നെയാണല്ലോ നിങ്ങളുടെ ഒപ്പം. ആ ഒരു ബോണ്ടിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. തോന്നിയിട്ടില്ലേ അങ്ങനെ? പിന്നെ നമ്മളെ ടീച്ചർ നമ്മൾ ഇത്രയും സംസാരിച്ചല്ലോ, എനിക്ക് ചോദിക്കണം എന്നുള്ള കാര്യമാണ്, ടീച്ചറിന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിരുന്നോ നമ്മുടെ ഈ സ്കൂളിൽ? ഒത്തിരി മൊമെന്റ്സ് ഉണ്ട്, ഒത്തിരി മെമ്മറീസ് ഉണ്ട്. അതിൽ പിന്നെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് നമുക്ക് ഇവിടെ ഫോട്ടോ ഉണ്ട്, നമ്മുടെ എൻട്രൻസിൽ ഫോട്ടോ തന്നെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷത്തിന് മുന്നെയാണ്. പക്ഷേ ഇവിടുത്തെ കുട്ടികൾക്ക് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിന്ന് ഒരു റെക്കഗ്നേഷൻ കിട്ടേണ്ടത്. കാരണം കുട്ടികളുടെ ഒരു ഓണസ്റ്റിക്ക് റിവാർഡ് കൊടുക്കും. ഓണസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു താക്കോൽ കൂട്ടവും 2.5 ലക്ഷം രൂപയോളം വരും അവർക്ക് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയായിരുന്നു. അപ്പോൾ അത് കുട്ടികളത് കറക്റ്റ് ഓണറിനെ, അതായത് ഇവിടെ അന്വേഷിച്ചു, അതായത് ഇവിടുത്തെ ഒരു സപ്പോർട്ടിൽ സ്കൂളിൽ അറിയിച്ച് അവരെ കൃത്യമായിട്ട് ആ ഓണറിന് കൈമാറിയത് കൊണ്ട് ഒരു റെക്കഗ്നേഷൻ കിട്ടിയതാണ് ഉമ്മൻചാണ്ടി സാറിൽ നിന്ന്. ടീച്ചറും പ്രിൻസിപ്പലും കുട്ടികളുമായിട്ട് അവിടെ പോകുന്നുണ്ടായിരുന്നു. അത് നല്ലൊരു മെമ്മറി ആയിരുന്നു. ഓണസ്റ്റിക് റിവാർഡ് അത് കുറച്ച് യൂണിക്കാണ്. അത് ചീഫ് മിനിസ്റ്റർ. അത് മാത്രമല്ല, ഇതിപ്പോൾ ഒന്നല്ല, അതിന് ശേഷം വന്ന ഒരു ബാച്ചിനും ഇതുപോലെ ഒരു റെക്കഗ്നേഷൻ കിട്ടി. അത് എസ് ബി ഐയിലെ ഫാക്കൽറ്റീസ് സ്കൂളിൽ വന്ന് റെക്കഗ്നൈസ് ചെയ്തു, അവർക്ക് ടോക്കൺ ഓഫ് ഓണറൊക്കെ കൊടുത്തു. അതും സിമിലർ ആക്ടിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കുട്ടികളിൽ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ മുന്നേ വന്ന കുട്ടികൾക്കൊക്കെ ഇത്രയും അവരുടെ ആ ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ് അല്ലെങ്കിൽ ഓണസ്റ്റി ടുവേർഡ്സ് സൊസൈറ്റിക്ക് കിട്ടിയ ഒരു അപ്രിസിയേഷൻ അത് ശരിക്കും മെമ്മറബിൾ തന്നെയാണ്. പിന്നെ നമുക്ക് ഒരുപാട് റെക്കഗ്നിഷൻസ് അവാർഡ്സ് ഉണ്ടല്ലോ ടീച്ചർ. നാഷണൽ കേന്ദ്രം നാഷണൽ അവാർഡ്സ്, സ്റ്റോഗോ ഫെസ്റ്റ് ശരിക്കും കഴിഞ്ഞ ആഴ്ച ഉണ്ടെന്ന് സ്റ്റേറ്റ് ലെവലായാലും നാഷണൽ ലെവലായാലും ഒരുപാട് റെക്കഗ്നേഷൻസ് നമുക്ക് നമ്മുടെ സ്കൂളിന് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെപ്പോലുള്ള ശരിക്കും ബെസ്റ്റ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് തന്നെയാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്. ടീച്ചർ എന്തായാലും ഇത്രയും സംസാരിച്ചില്ല. ഞാൻ എല്ലായിടത്തും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ആ ടീച്ചറിൻ്റെ അടുത്തും ചോദിക്കുകയാണ്, ഈ വർഷം എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും നമുക്ക് നല്ല മെമ്മറീസ് ഉണ്ടാവും. നല്ല മെമ്മറീസ് മീൻസ് ബോത്ത് ബാഡ് ആൻഡ് ഗുഡ്. അത് നമ്മൾ ആസ് ഇറ്റ് ഈസ് നമ്മുടെ ലൈഫ് മൂവ് ഓൺ ആവുന്നതുകൊണ്ട് എന്തായാലും അത് മിക്സപ്പ് ആയിരിക്കുമല്ലോ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. പിന്നെ നല്ല കുറേ സ്കൂളിൽ വരുമ്പോഴത്തേക്കുള്ള ഒരു ഫൺ മൊമെൻറ്റ്സും എൻ്റെ പിള്ളേരുമായിട്ടുള്ള ഭയങ്കര രസമാണ്. ദേവാങ്കനയ്ക്ക് ക്ലാസ്സിൽ അങ്ങനെ ഫൺ മൊമെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ക്ലാസ്സിൽ ഈ വർഷം ഒരു കിടില മൊമെന്റ്, ലൈക്ക് സുചിത്ര ടീച്ചർ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറാണ്. ടീച്ചറിന്റെ ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തതാണ്. അതായത് ടീച്ചറിന്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ആരും ഫസ്റ്റ് അറിഞ്ഞില്ല, ഉച്ചയ്ക്കാണ് ഞങ്ങൾ എല്ലാവരും അറിയുന്നത്. സോ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ക്യാഷൊക്കെ എല്ലാവരും സംഘടിപ്പിച്ച് ഞങ്ങൾ 3:30 ആഫ്റ്റർ സ്കൂൾ സ്റ്റേ ബാക്ക് ചെയ്ത് ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും ഓടിപ്പോയി കേക്ക് ഓപ്പറൊക്കെ പെട്ടെന്ന് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ ക്ലാസ് ഇത് സെറ്റ് ചെയ്തു. എന്നിട്ട് ടീച്ചറിനെ വിളിച്ചത് ഞങ്ങൾ കോമഡി. ടീച്ചർ ഇവിടെ ലാബ് ഇരിക്കുമായിരുന്നു, ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് അയ്യോ ടീച്ചർ നമ്മുടെ ക്ലാസ് ഒരു കുട്ടി തല ഇറങ്ങി വീണ് പെട്ടെന്ന് വായോ ടീച്ചർ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കാം. ടീച്ചർ ഭയങ്കര ടെൻസ്ഡായി നമ്മുടെ ക്ലാസ്സിലോട്ട് ഓടിക്കയറി. ഓടിക്കയറി വന്നപ്പോഴത്തേക്കും ടീച്ചർ റിയലി സർപ്രൈസ്ഡ് ആയി. ഞങ്ങളെ പോപ്പറൊക്കെ പൊടിച്ചു. ടീച്ചറിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് നൈസ് ആയിരുന്നു. അതാ നമ്മുടെ ലൈഫിൽ ടീച്ചർ അതിനകത്തുണ്ട്. ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. ടീച്ചർ ഒരുപാട് എക്സ്പീരിയൻസ്, ടീച്ചറിന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ എന്തായാലും നൈസ് ആയിരുന്നു ടീച്ചർ. സമയമായിട്ടാ ക്ലാസ് നൈസ് ആയിരുന്നു.